റാം കെയർ ഓഫ് ആനന്ദി എന്ന പ്രണയ നോവലിന്റെ 7ാം ഭാഗം. റാമായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. റോഡ് നല്ല തിരക്കുള്ളതിനാലും ചെന്നൈയിലെ റോഡുകൾ അത്ര പരിചയമില്ലാത്തതിനാലും തീരെ പതിയെയാണ് അവൻ പോയിക്കൊണ്ടിരുന്നത്. ഓരോ ജംഗ്ഷൻ എത്തുമ്പോഴും രേഷ്മ പിന്നിലിരുന്നുകൊണ്ട് അവന് വഴി പറഞ്ഞു കൊടുത്തു. ഗിണ്ടി കഴിഞ്ഞുള്ള ട്രാഫിക് സിഗ്നലിൽ വണ്ടി നിർത്തി പച്ച സിഗ്നൽ വരുവാനായി കാത്തിരുന്ന റാം ഒരു കാഴ്ച കണ്ടു. ആനന്ദിയുടെ വണ്ടി അപ്പോൾ ഗ്രീൻ സിഗ്നൽ കിട്ടിയ റോഡിലൂടെ വളരെയധികം സാവധാനത്തിൽ കടന്നു പോകുന്നു. ആനന്ദി ദേവിമാരുടെ കണക്കെ തലയിൽ ഒരു കിരീടം വച്ചിരിക്കുന്നതോടൊപ്പം തുമ്പിക്കൈ വണ്ണത്തിലുള്ള ഒരു റോസാപ്പൂ മാലയും കഴുത്തിലിട്ടിരിക്കുന്നു. വണ്ടിയുടെ മുന്നിലായി അവൾക്കൊപ്പം ഉയരമുള്ള ഒരു വലിയ നിലവിളക്ക് അവളുടെ തോളിലേക്ക് ചാരി വച്ചിരിക്കുന്നു. വണ്ടിയുടെ പിന്നിലേക്ക് നീളത്തിൽ വണ്ടിക്ക് സമാന്തരമായി ഇരുവശത്തും ഇടത്തരം വലിപ്പമുള്ള വാഴത്തൈകൾ കെട്ടിവച്ചിരിക്കുന്നു. അവയുടെ ഇലകൾ പത്രപേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ടെങ്കിലും പകുതിയോളം പുറത്തേക്ക് നീണ്ടു കിടപ്പുണ്ടായിരുന്നു. പിൻസീറ്റിൽ കയറുകൊണ്ട് കെട്ടിയ തരത്തിൽ 2 വാഴക്കുലകളും അതിനു മുകളിൽ ഒരു കുട്ടയും കയറ്റി വച്ചിട്ടുണ്ട്. വണ്ടിയുടെ പിൻവശത്തെ കമ്പിയിൽ 2 വില കരിക്ക് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നു. ആനന്ദിയുടെ വണ്ടി കടന്നു പോകുന്ന വഴിയിൽ നിന്നിരുന്ന ട്രാഫിക് പോലീസുകാരൻ ഉൾപ്പെടെ റോഡിന്റെ വശങ്ങളിൽ നിന്നവരും റോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന മറ്റു വാഹനങ്ങളിലെ ആളുകളും അവർ കടന്നു പോയപ്പോൾ ആശ്ചര്യത്തോടെ അവളെയും വണ്ടിയെയും മാറി മാറി നോക്കി. രേഷ്മേ, നോക്ക് ദേ ആനന്ദി പോകുന്നു. റാം അവളെ തട്ടി വിളിച്ച് ആ കാഴ്ച കാട്ടിക്കൊടുത്തു. കിരീടവും മാലയും നിലവിളക്കും വാഴയും ഒക്കെ റോഡിലൂടെ പോകുന്ന അവളെയും അതുകൊണ്ട് അന്തം വിട്ടു നിൽക്കുന്ന പരിസരത്തെ ആളുകളെയും കണ്ട് രേഷ്മ വാ വിളിച്ചുപോയി. ഇവളുടെ തൊലിക്കെട്ട് സമ്മതിക്കണം, റാം ആശ്ചര്യത്തോടെ പറഞ്ഞു. റാം തിരികെ ഫ്ളാറ്റിലെത്തുമ്പോൾ കിരൺ പതിവ് പോലെ ബാൽക്കണിയിൽ പരിസര നിരീക്ഷണത്തിലും ബിനീഷേട്ടൻ മുറിയിൽ നിന്ന് എന്തോ ഓൺലൈൻ ജോലികൾ ചെയ്യുകയുമായിരുന്നു. അവൻ നാട്ടിലേക്ക് വിളിച്ച് അമ്മയോട് അല്പനേരം സംസാരിച്ച ശേഷം ഫ്രഷ് ആക്കുവാൻ ബാത്റൂമിലേക്ക് കയറി. രാത്രിയിൽ ഹാളിലെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റാം പാട്ടിയെ പറ്റിയും ആനന്ദിയെ പറ്റിയുമുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ആ ചേച്ചി എന്തിനായിരിക്കും കിരീടവും വാഴയും നിലവിളക്കുമൊക്കെയായി പോയത്? കിരൺ സംശയത്തിൽ ചോദിച്ചു. അവൾ എല്ലാ പരിപാടിയും പിടിക്കുമെന്നല്ലേ പറഞ്ഞത്? ഈ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായതുപോലുള്ള ചെറിയ ചടങ്ങിന്റെ വല്ല പരിപാടിയും പിടിച്ചതാകും, ബിനീഷേട്ടൻ പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നത് ആ വാഴകളെ പറ്റിയാണ്. എന്തിനാണ് മണ്ണിൽ നിന്നും അവയെ പിഴുതെടുത്ത് വല്ല ഓഡിറ്റോറിയത്തിന് മുൻപിലോ വീട്ടുമുറ്റത്തോ ഒക്കെ കൊണ്ടുപോയി വയ്ക്കുന്നത്? കിരൺ തന്റെ ആശങ്ക ഉന്നയിച്ചു. ഹോ, നിന്റെ അച്ഛൻ അന്ന് രാത്രി വാഴ വെച്ചാൽ പോരായിരുന്നു, ബിനീഷേട്ടൻ നിർവികാരനായി പറഞ്ഞു. എല്ലാ കാര്യത്തിലും വ്യത്യസ്തമായ ആംഗിൾ കണ്ടുപിടിക്കുന്ന നിന്റെ കാഴ്ചപ്പാട് അപാരം തന്നെ കിരണേ, റാമും അവനെ പരിഹസിച്ചു. മാതാപിതാക്കളുടെ കാമത്തെ വാഴകൃഷിയുമായി കൂട്ടി വായിക്കുന്ന പരിഷ്കൃത സമൂഹത്തോട് എനിക്ക് പുച്ഛമാണ്. അമ്പില്ലാത്തവനോട് തുമ്പ് കിട്ടിയത് അറിയില്ലാത്തവന്റെ ഭോഷത്വം. അച്ഛനെ കുത്തിയ കാള ചെറുക്കനെയും കുത്തും. അത് പറഞ്ഞിട്ട് ആഹാരം കഴിച്ച പ്ലേറ്റും എടുത്ത് കിരൺ അടുക്കളയിലേക്ക് പോയി. അവൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ബിനീഷേട്ടനും റാമും പരസ്പരം നോക്കി കണ്ണുമിഴിച്ചു. ഏകദേശം 10 മണിയായപ്പോഴേക്കും മൂവരും ഉറങ്ങുവാൻ കിടന്നു. പിറ്റേന്ന് രാവിലെ ഗിണ്ടിയിൽ നിന്നും റാം ട്രെയിൻ കയറി കോളേജിലേക്ക് പോകുന്ന വഴിക്ക് തലേന്ന് കണ്ട അതേ ഹിജട അവൻ കയറിയ അതേ കമ്പാർട്ട്മെന്റിൽ ആളുകളോട് പണവും ചോദിച്ച് നടപ്പുണ്ടായിരുന്നു. റാം അവരെ കണ്ട മാത്രയിൽ കൈപ്പിടിയിൽ തൂങ്ങി നിൽക്കുന്ന മറ്റൊരാളുടെ പിന്നിലേക്ക് മറഞ്ഞു നിന്നു. പക്ഷെ കൃത്യമായി അവർ റാമിനെ കണ്ടുപിടിച്ചു. കണ്ണാ, നീയാ? കാസുകൊട്, നിലത്തേക്ക് നോക്കി നിന്നിരുന്ന റാമിന്റെ മുടിയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. എന്നിട്ടും അവൻ അവരെ നോക്കാതെ നിലത്തേക്ക് തന്നെ നോക്കി നിന്നു. പക്ഷെ അവർ വിടാൻ പറ്റില്ലാത്ത രീതിയിൽ വീണ്ടും വീണ്ടും അവനെ തൊടുകയും മുടിയിൽ തലോടുകയും ഒക്കെ ചെയ്തു. ആളുകൾ പലരും ചിരിച്ചു തുടങ്ങിയപ്പോൾ റാം അവരെ ദേഷ്യത്തിൽ നോക്കി. കാശ് തരാൻ പറ്റില്ല, പോയിട്, അവൻ കടുപ്പത്തിൽ പറഞ്ഞു. എങ്കിൽ ഞാൻ വാങ്ങിയിട്ടേ പോകുന്നുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവർ അരോചകമായ രീതിയിൽ അവന്റെ കാതുകൾക്കരികിൽ കൈവെള്ളകൾ തമ്മിൽ കൂട്ടിയടിച്ച് തുടരെ ശബ്ദമുണ്ടാക്കി. ചുറ്റുമുള്ളവർ കാഴ്ചക്കാരെ പോലെ മാറി മാറി നോക്കി. ആരും ഒന്നും തന്നെ മിണ്ടിയില്ല. എല്ലാവരുടെയും മുഖത്ത് അവനായി അവന്റെ പാടായി എന്ന ഭാവമായിരുന്നു. കണ്ണ, കാശ് തട. അവർ വീണ്ടും റാമിന്റെ ശരീരത്തിൽ തഴുകിയപ്പോൾ അവൻ അവരുടെ കൈ പിടിച്ച് ഒരൊറ്റ തിരി കൊടുത്തു. അതുവരെ തമാശ രീതി നിന്നിരുന്ന അവരുടെ മുഖം പെട്ടെന്ന് മാറി. കാശ് തട പുണ്ടാമകനെ. അവർ റാമിലേക്ക് അല്പം കൂടി കയറി നിന്നു. അതോടൊപ്പം അവന്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്തു. അവരുടെ ശരീരത്തിലെ മഞ്ഞളിന്റെയും മുല്ലപ്പൂ മണമുള്ള പെർഫ്യൂമിന്റെയും ഗന്ധം അവരുടെ നാസോദ്വാരങ്ങളിലേക്ക് അടിച്ചു കയറി. ഒപ്പം ചുറ്റുമുള്ളവരുടെ നോട്ടം കൂടിയായതും റാമിന് തന്റെ സമനില തെറ്റുന്നത് പോലെ തോന്നി. ഞാനൊരു സ്റ്റുഡന്റാണ്, ദിവസവും പൈസ തരാൻ എന്റെ കയ്യിലില്ല, അവൻ ഒരു വിധത്തിൽ പറഞ്ഞിപ്പിച്ചു. ആളുകളൊക്കെ നോക്കുന്നു, ഇന്ന് നീ എനിക്ക് കാശ് തന്നേ പറ്റൂ. അവർ വിടാൻ ഭാവമില്ലാത്ത മട്ടിൽ വീണ്ടും പറഞ്ഞു. ശേഷം അവന്റെ ചെവിയുടെ അരികിലായി കൈവിളക തട്ടി ഒരിക്കൽ കൂടി ശബ്ദമുണ്ടാക്കി. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ? കാശ് തരാൻ പറ്റില്ല, പോ. അവൻ അങ്ങനെ തീർത്ത് പറഞ്ഞതും അവർ റാമിന്റെ ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു. റാം അവരെ പിടിച്ച് തള്ളി മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അവനേക്കാൾ കൂടുതൽ ശക്തിയുണ്ടായിരുന്നു. അവന്റെ പോക്കറ്റിലാണെങ്കിൽ 100 രൂപയുടെ ഒറ്റനോട്ട് മാത്രമായിരുന്നു മിച്ചമുണ്ടായിരുന്നത്. റാമിന് അത് വലിയൊരു തുകയായിരുന്നതിനാൽ അവനും ആ പണം വിട്ടുകൊടുത്തില്ല.
അവർ തമ്മിൽ പിടിവലി നടക്കുന്ന സമയത്ത് ട്രെയിൻ കോടമ്പാക്കം സ്റ്റേഷനിൽ വന്നു നിന്നു. അതോടൊപ്പം ആ സ്ത്രീയുടെ മുതുകിലായി പടക്കം മുട്ടുന്നത് പോലുള്ള ഒരു ശബ്ദവും ഉയർന്നു കേട്ടു. റാം നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ അവനെ ലാത്തിക്കടിച്ചതാണ്. പിടിവലിയിൽ ഷർട്ടിന്റെ പോക്കറ്റ് കീറുകയും അവന്റെ പോക്കറ്റും 100 രൂപയും സ്ത്രീയുടെ കയ്യിലാവുകയും ചെയ്തിരുന്നു. അടികിട്ടിയ മാത്രയിൽ അവർ പുളഞ്ഞുകൊണ്ട് ട്രെയിനിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയോടി. പോലീസുകാരൻ അവരുടെ പിന്നാലെ ചെന്ന് ലാത്തിക്ക് വീണ്ടും ശക്തിയിലടിക്കുകയും അവർ പ്ലാറ്റ്ഫോമിൽ ഉരുണ്ടു വീഴുകയുമൊക്കെ ചെയ്യുന്നത് വാതിലൂടെ തലയിട്ടുകൊണ്ട് റാം കണ്ടു. അപ്പോഴേക്കും 1 മിനിറ്റത്തെ നിർത്തിയിട്ടതിനു ശേഷം ട്രെയിൻ മുന്നോട്ടെടുത്തിരുന്നു. പോലീസുകാരൻ തിരിഞ്ഞുകൊണ്ട് റാമിനോട് ഇറങ്ങാൻ പറഞ്ഞെങ്കിലും റാം തല അകത്തേക്ക് വലിച്ചു കളഞ്ഞു. നോക്കുമ്പോൾ ട്രെയിനിലെ എല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അവൻ ചമ്മലോട് തന്റെ തല കുണിച്ചു വെച്ച് അടുത്ത സ്റ്റേഷനായ നുങ്കമ്പാക്കത്ത് എത്തും വരെ ഒരു വിധത്തിൽ തന്നെ മൂക്ക് മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചു പിടിച്ചു. 9:30 ആയെങ്കിലും അത് ശ്രദ്ധിക്കാതെ റാം ഒരു കടയിൽ കയറി വെള്ളം കുടിച്ച് അല്പസമയം കടയിലിരുന്ന് മനസ്സ് ശാന്തമാക്കിയ ശേഷമാണ് കോളേജിലേക്ക് പോയത്. കല്ലുപാകിയ ഇടനാഴിയിൽ നിന്നും ഫിലിം മേക്കിംഗ് ക്ലാസ് നടക്കുന്ന കെട്ടിടത്തിലേക്കുള്ള പടികൾ നടന്നു കയറുമ്പോൾ റിസപ്ഷനിൽ ആനന്ദി ഇരിപ്പുണ്ടായിരുന്നു. എങ്ങോട്ട് പോകുന്നു? രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ അച്ഛനമ്മമാർ ചോദിക്കുന്നത് പോലെ അവൾ ചോദിച്ചു. അല്പം ലേറ്റായി പോയി, ഇനി ആവർത്തിക്കില്ല. എന്താണെങ്കിലും ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ല. ഐ എം റിയലി സോറി, ഇനി ലേറ്റാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അവൻ അവളുടെ മുഖത്ത് നോക്കാതെ അത്രയും പറഞ്ഞിട്ട് മുകളിലേക്കുള്ള പടികൾ കയറുവാൻ തുടങ്ങി. പോകാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? അവൾ വീണ്ടും തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടതും റാം സകല ദേഷ്യത്തോടെയും അവളുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി. നിന്റെ തന്തയല്ല എനിക്ക് പഠിക്കാൻ കാശ് തരുന്നത്, അത് എന്റെ തന്തയാണ്. 10 മിനിറ്റ് വൈകിയാൽ ക്ലാസ് മനസ്സിലാവാതിരിക്കാനായിട്ട് മുകളിൽ കണക്ക് ക്ലാസ് ഒന്നുമല്ല നടക്കുന്നത്. അത് കേട്ടതും അവൾ കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സ്റ്റെപ്പിൽ കയറി വട്ടം നിന്നു. പ്രിൻസിപ്പളിന്റെ ഓർഡർ 9:30 കഴിഞ്ഞാൽ ആരെയും മുകളിലേക്ക് കയറ്റി വിടരുതെന്നാണ്. ഇന്ന് എന്തായാലും നീ ക്ലാസ്സിൽ കയറില്ല. അത് പറഞ്ഞു തീർന്നതും റാം അവളെ പിടിച്ച് ഒരൊറ്റ ഉന്ത് കൊടുത്തു. എന്നിട്ട് മുകളിലേക്ക് കയറിപ്പോയി. ആനന്ദി തെറിച്ച് നിലത്തേക്ക് വീണു. അവൻ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ശിവസാർ ക്ലാസ് തുടങ്ങിയിരുന്നു. അയാൾ അവനെ അകത്തേക്ക് വിളിച്ചപ്പോൾ അവൻ സാറിനെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് നടന്ന സംഭവങ്ങൾ അയാളോട് പറഞ്ഞു. കാര്യങ്ങൾ കേട്ടതും അയാൾ അവനെ ആശ്വസിപ്പിച്ച് ക്ലാസ്സിലേക്ക് കയറ്റിയിരുത്തി. വെട്രിയും ദേഷ്യവും ഇടയ്ക്കിടെ തോണ്ടി എന്ത് പറ്റിയെന്ന് അവനോട് ചോദിച്ചെങ്കിലും അവൻ ക്ലാസ്സിൽ മൂകനായി തന്നെയിരുന്നു. അല്പം കഴിഞ്ഞതും ആനന്ദി ക്ലാസ്സിലേക്ക് കയറി വന്നു. ശ്രീറാമിനെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. എന്താ കാര്യം? ശിവസാർ തിരക്കി. അറിയില്ല. എങ്കിൽ ഞാനും വരാം, അയാൾ പറഞ്ഞു. റാം ആനന്ദിയെ വിദ്വേഷത്തോടെ നോക്കി. എന്നിട്ട് പിൻസീറ്റിൽ നിന്നും എഴുന്നേറ്റ് ചെന്നു. പ്രിൻസിപ്പൽ ശ്രീനിവാസിന്റെ റൂമിൽ നിൽക്കുമ്പോൾ റാം ഒന്നും തന്നെ ശ്രദ്ധിച്ചില്ല. പകരം അവനു വേണ്ടി സംസാരിച്ചത് മുഴുവൻ ശിവസാറാണ്. അപ്പോഴത്തെ മനോവിഷമത്തിലാണ് ആനന്ദിയോട് അങ്ങനെ പെരുമാറിയതെന്ന് പറഞ്ഞിട്ടും പ്രിൻസിപ്പൽ അതൊന്നും അംഗീകരിച്ചില്ല. സ്ത്രീകൾക്ക് പ്രത്യേകം പരിഗണന കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫിനോട് ഒരു വിദ്യാർത്ഥി മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കാണെങ്കിൽ തിരുത്തേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. സോ ശ്രീറാം തന്റെ ബാച്ചിന് മുന്നിൽ വെച്ച് ആനന്ദിയോട് മാപ്പ് പറയണം. അതാണ് എന്റെ തീരുമാനം, പ്രിൻസിപ്പൽ തീർത്തു പറഞ്ഞു. ഞാൻ പറയാം സാർ, ഇനി ഈ പെണ്ണിന്റെ കാല് പിടിച്ച് മാപ്പ് പറയണോ? അങ്ങനെയും ചെയ്യാം. പ്രിൻസിപ്പൽ പറഞ്ഞു നിർത്തിയതും ശ്രീറാം തന്റെ മനസ്സിലെ വിഷമം മുഴുവനും പുറത്തു കാണിച്ചു. വെരി ഗുഡ്, പ്രിൻസിപ്പൽ സന്തോഷത്തോടെ പറഞ്ഞു. 3-ാം നിലയിലെ ക്ലാസ്സിലെ പ്രിൻസിപ്പലും ആനന്ദിയും ശിവസാറും എത്തിയപ്പോൾ ക്ലാസ്സിലുള്ള ആർക്കും എന്താണ് കാര്യമെന്ന് പിടികിട്ടിയില്ല. ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആനന്ദി എന്ന പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയതിനാൽ നിങ്ങൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ ആനന്ദിയോട് മാപ്പ് പറയുന്നു. മാപ്പ്. എല്ലാവരും കേൾക്കി റാം ആനന്ദിയോട് മാപ്പ് പറഞ്ഞു. വെട്രിയും രേഷ്മയും കാര്യം എന്താണെന്ന് പിടികിട്ടാത്ത രീതിയിൽ അതിശയത്തോടെ പരസ്പരം നോക്കി. പ്രിൻസിപ്പാളും ആനന്ദിയും ക്ലാസ്സിൽ നിന്നും പോയതും ക്ലാസ്സിലുള്ളവരെല്ലാം റാമിനോട് കാര്യം അന്വേഷിക്കുവാൻ തുടങ്ങി. റാമിന് തൽക്കാലം വെറുതെ വിട്ടേക്കൂ, ചെറിയ പ്രശ്നമാണ്, അല്ലാതെ വലുതായി ഒന്നുമില്ല. ശിവസാർ അത് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാനുള്ള മൂഡ് പോയതിനാൽ ലൈറ്റ് ഓഫാക്കി പ്രൊജക്ടറിലായി കളർ ഓഫ് പാരഡൈസ് എന്ന ഫിലിം ഇട്ടു. ഉച്ചയ്ക്ക് അമ്മ ഉണവകത്തിലെ ക്യൂ നിൽക്കുമ്പോൾ രേഷ്മയും വെട്രിയും തൊട്ടപ്പുറത്ത് സിമന്റ് ബെഞ്ചിലിരുന്ന് തൈര് സ്വാദം കഴിക്കുന്ന ആനന്ദി രൂക്ഷമായി നോക്കി. റാം ഒന്നും മിണ്ടാതെ അവർക്കൊപ്പം ക്യൂവിൽ നിൽപ്പുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ മൂവരും തമ്മിൽ ഒന്നും തന്നെ സംസാരിച്ചില്ല. വെട്രിയും രേഷ്മയും ഇടയ്ക്കിടെ റാമിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഉന്തിയിടുകയല്ല, അവളുടെ കർണം പുകച്ച് ഒരടിയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. മുങ്കമ്പാക്കത്തെ തെരുവിലൂടെ തിരികെ നടക്കുമ്പോൾ രേഷ്മ പറഞ്ഞു. പോട്ടെ, ഞാനത് വിട്ടു. റാം ശാന്തനായി പറഞ്ഞു. എടാ, നിന്റെ കുഴപ്പം എന്താണെന്നറിയുമോ? നിനക്ക് ധൈര്യത്തോടെ സംസാരിക്കാൻ അറിയില്ല. ഒരുമാതിരി നിഷ്കളങ്കൻ സ്റ്റൈൽ. ഇല്ലൽ ട്രെയിനിൽ നടക്കുന്ന അറുവാനൊക്കെ നിന്റെ ഷർട്ട് വലിച്ചു കീറുമോ? പിന്നെ ആനന്ദി, നീ ഞങ്ങളുടെ കൂടെ നിന്ന് തന്നാൽ മതി. അവൾക്കിട്ടുള്ള പണി ഞങ്ങൾ കൊടുത്തോളാം, വെട്ടി ആവേശത്തോടെ പറഞ്ഞു. രേഷ്മയും അത് ശരിവെച്ചു. എന്റെ പൊന്നുമച്ച, ഒന്നും വേണ്ട, ഈ പ്രശ്നം ഇതോടെ തീർന്നു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ എന്നെ വിളിച്ചിടല്ലേ. അത് പറഞ്ഞിട്ട് റാം മുൻപേ നടന്നുപോയി. വെട്രിയും രേഷ്മയും നിരാശയോടെ പരസ്പരം നോക്കി. ലഞ്ച് ബ്രേക്ക് കഴിയുന്നതിന് മുൻപേ 3 പേരും കോളേജിലേക്ക് കയറാൻ തുടങ്ങുന്ന നേരത്താണ് ആനന്ദി കോളേജിന് മുന്നിലെ തണൽമരത്തിന് ചുവട്ടിലായി നിൽക്കുന്നത് കണ്ടത്. മിസ്റ്റർ ശ്രീറാം, ഒന്നിങ്ങി വരാമോ? അവൾ വിളിച്ചു. അവൻ വെട്രിയും രേഷ്മയും ഒന്ന് നോക്കി. ചെല്ലാൻ അവർ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. റാം സാവധാനത്തിൽ അവൾക്കരിയിലേക്ക് നടന്നു ചെന്നു. ഒന്ന് എന്റെ കൂടെ വരാമോ? എന്തിന്?
പ്ലീസ് ഒന്ന് വേഗം വരൂ, ബ്രേക്ക് ടൈം കഴിയാറായി. അത് പറഞ്ഞിട്ട് അവൾ മുന്നേ നടന്നു. ഡേ റാം, വെട്രി പിന്നിൽ നിന്ന് വിളിച്ചു. കൈകൊണ്ട് ഇപ്പോൾ വരാമെന്ന് ആംഗ്യം കാണിച്ചതിനു ശേഷം അവൻ അവളുടെ പിന്നാലെ നടന്നു ചെന്നു. വെട്രിയുടെയും രേഷ്മയുടെയും നോട്ടം കിട്ടാത്ത മറ്റൊരു റോഡിലേക്ക് കയറിയതും ആനന്ദി പെട്ടെന്ന് നിന്നു. റാം അവളുടെ ഉദ്ദേശം മനസ്സിലാവാതെ അവളുടെ സമീപം നടത്തം അവസാനിപ്പിച്ചു. ശ്രീറാമിന് നമ്മുടെ കോളേജ് മുഴുവൻ ക്യാമറകൾ ഉണ്ടെന്നറിയാമല്ലോ. അറിയാം. ഓക്കെ. ക്ലാസ്സിൽ മാപ്പ് പറയിപ്പിച്ചതൊക്കെ പ്രിൻസിപ്പൽ ക്യാമറയിൽ കൂടി എല്ലാം കണ്ടതുകൊണ്ടാണ്. അതിലെനിക്ക് യാതൊരുവിധ പങ്കുമില്ല. അത് പറഞ്ഞിട്ട് ആനന്ദി ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു നോക്കി. എന്നിട്ട് റാമിൻ്റെ മുഖത്ത് പടക്കം പൊട്ടുന്നത് പോലുള്ള ഒരടി കൊടുത്തു. ഇതെൻ്റെ ശരീരം നോവിച്ചതിനും എൻ്റെ അപ്പാക്ക് വിളിച്ചതിനുമുള്ളത്. അപ്രതീക്ഷിതമായി കിട്ടിയ ഒരടിയായതിനാൽ റാം ഒരു നിമിഷം തരിച്ചു നിന്നുപോയി. അപ്പോഴേക്കും ശിവസാർ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് ആ വഴിയിലേക്ക് കടന്നു വന്നു. എന്താ രണ്ടാളും ഇവിടെ? റാമിനെയും ആനന്ദിയെയും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ കണ്ടതും അയാൾ ചോദിച്ചു. നത്തിങ് സാർ, ഞാൻ റാമുമായുള്ള പിണക്കം പറഞ്ഞു തീർക്കുമായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. കമോൺ, ബ്രേക്ക് ടൈം കഴിയാറായി. ശിവസാർ അത് പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. ആനന്ദി റാമിനെ ഒന്ന് നോക്കി. പിന്നെ അയാളുടെ ഒപ്പം കയറി നടന്നു. പക്ഷേ റാം തൻ്റെ മുഖത്തെ തരിപ്പുമായി നിന്നിടത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു.